നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്നാണ് കോടതി പറയുന്നത്. കേസിൽ എറണാകുളം ജില്ലാ കോടതിയാണ് ഇന്ന് വിധി പറഞ്ഞത്. 5 വർഷം നീണ്ട വിചാരണയ്ക്കും നാടകീയ സംഭവങ്ങൾക്കും ശേഷമാണ് കേസിൽ വിധി വരുന്നത്. ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പറഞ്ഞത്. ദിലീപ് കേസിലെ 8ാം പ്രതിയാണ്. NS സുനി, അതായത് പൾസർ സുനിയാണ് കേസിലെ 1ാം പ്രതി. 8.5 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം ഉറ്റുനോക്കിയ നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുന്നത്. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിന്റെ വിധി മലയാളികൾ ഏറെ ആകാംക്ഷയോടെയായിരുന്നു ഉറ്റുനോക്കിയത്. കഴിഞ്ഞയാഴ്ച അവസാന 2 ദിവസങ്ങളിൽ അവധിയെടുത്താണ് ഹണിയം വർഗീസ് കേസിന്റെ വിധി പറയാനുള്ള അവസാന തയ്യാറെടുപ്പുകൾ നടത്തിയത്. 2017 ഫെബ്രുവരി 17 വൈകിട്ട് ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നതിനിടെയാണ് നടിക്ക് നേരെ ആക്രമണമുണ്ടായത്. മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് ചാർലി തോമസ് എന്നിവരാണ് 2 മുതൽ 7 വരെ പ്രതികൾ. മേസ്ത്രി സനിലാണ് 9ാം പ്രതി. 2ാം കുറ്റപത്രത്തിൽ ദിലീപിന്റെ സുഹൃത്തായ VIP ശരത് എന്ന ശരത് നായരെയും പ്രതി ചേർത്തിരുന്നു. 2017 ജൂലൈ 10 ദിലീപ് അറസ്റ്റിലായെങ്കിലും ഒക്ടോബർ 3 കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. ദീർഘനാൾ ജയിലിൽ കഴിഞ്ഞ പൾസർ സുനിക്ക് 2024 സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. 2018 മാർച്ച് 8 വിചാരണ തുടങ്ങിയത്. കൂട്ടമാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ എന്നിവയിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ദിലീപിനെതിരായ കുറ്റം. കേസിൽ ഏറ്റവും നിർണായകമായ തെളിവുകളിലൊന്ന് അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലായിരുന്നു. അന്ന് കൃത്യം നടത്തിയതിനു ശേഷം പൾസർ സുനി ദിലീപിന്റെ ആലുവയിലെ വീട്ടിലെത്തിയെന്ന വെളിപ്പെടുത്തലാണ് ബാലചന്ദ്രകുമാർ നടത്തിയത്. അതിൽ പ്രധാന സാക്ഷി കൂടിയായി ബാലചന്ദ്രകുമാർ മാറി. കേസിന്റെ തുടക്കത്തിൽ തന്നെ ദിലീപിനെ അനുകൂലിക്കുന്ന ഒരുപാട് ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. സിനിമ, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിൽ നിന്നും ദിലീപിനെ പിന്തുണച്ചവർ നിരവധിയാണ്. മനുഷ്യ മനസാക്ഷിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവം നടന്ന കറുത്ത ദിനങ്ങൾ. ദിലീപ് എന്ന നടൻ ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങൾ. അന്നും ദിലീപിന് പിന്തുണ നിരവധിയായിരുന്നു. അതിൽ ഒന്നാമത്തെയാൾ ശ്രീലേഖ IPS തന്നെയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായി മുൻ DGP R ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു. കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട് എന്നും ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചുവെന്നും ശ്രീലേഖ പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെ ദിലീപിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. രാഷ്ട്രീയ രംഗത്തും ദിലീപിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നത്. ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ദിലീപിനെ അനുകൂലിച്ച് സംസാരിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ചലച്ചിത്ര രംഗത്ത് ആദ്യം തന്നെ ദിലീപിന് പിന്തുണ പ്രഖ്യാപിച്ചവരിൽ പ്രധാനപ്പെട്ടത് നടൻ ശ്രീനിവാസനായിരുന്നു. ദിലീപ് അത്തരമൊരു കുറ്റകൃത്യത്തിന് പോകുന്ന ആളല്ല എന്നും അവസാനം സത്യം തെളിയുമെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ ശ്രദ്ധ നേടി. ജയറാം, ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ ജയിലിൽ ദിലീപിനെ സന്ദർശിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തു. സംവിധായകൻ ജോണി ആന്റണി, നടൻ നാക്കുൽ, അമ്മയിലെ ചില മുൻ കമ്മിറ്റി അംഗങ്ങളും ആദ്യഘട്ടത്തിൽ ദിലീപിന്റെ സ്വഭാവത്തെ അനുകൂലിച്ച് പ്രസ്താവനകൾ നടത്തി. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ജയിലിൽ സന്ദർശിച്ചതും സിനിമാ മേഖലയിലെ പിന്തുണ കാണിക്കുന്നതായിരുന്നു.